കർക്കിടക വാവിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ബലിതർപ്പണം നടന്നു. പുലർച്ചെ 4 മുതൽ വിവിധയിടങ്ങളിൽ പിതൃമോക്ഷത്തിനായി ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്താനെത്തിയത്. ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് വിപുലമായ സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് ഒരുക്കിയത്. വിവരങ്ങളുമായി അപർണ കേസ് ചേരുന്നുണ്ട്. അപർണ, എന്തായാലും ആയിരങ്ങളാണ് ഇപ്പോൾ ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അപർണ ശംഖുമുഖത്ത് നിന്നും ചേരുകയാണ്. എങ്ങനെയാണ് ശംഖുമുഖത്തെ ക്രമീകരണങ്ങൾ? വലിയ ഭക്തജന തിരക്കാണോ? എന്തൊക്കെയാണ് കാഴ്ചകൾ? അരുണിമ, ശംഖുമുഖത്ത് പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ബലിതർപ്പണ കർമ്മങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരുന്നു. ഒരേ സമയം 1000 പേർക്ക് ഇത്തരത്തിൽ ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങളാണ് ശംഖുമുഖത്ത് നടത്തിയിരിക്കുന്നത്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 2 മണി മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് ഇത്തരത്തിൽ ബലിതർപ്പണ ക്രിയയ്ക്കായി ഇവിടെ ശംഖുമുഖം എത്തിയിരിക്കുന്നത്. ശംഖുമുഖം പ്രധാന ബലിതർപ്പണ സ്ഥലങ്ങളിൽ ഒന്നാണ്. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കടലിലിറങ്ങി ഇത്തരത്തിൽ നിമജ്ജനം ചെയ്യുവാനുള്ള ഒരു സൗകര്യം ഇത്തവണ ഒരുക്കിയിട്ടില്ല. അതിന് പകരമായി മറ്റു സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കോസ്റ്റ് ഗാർഡിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലുള്ള നിയന്ത്രണങ്ങളും ഇപ്പോൾ ശംഖുമുഖത്തുണ്ട്. എല്ലാ ക്രമീകരണങ്ങളും വളരെ നന്നായി തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 2 മണിയോടുകൂടി തന്നെ ആരംഭിച്ച ബലിതർപ്പണത്തിൽ നിരവധി ഭക്തർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ പിതൃക്കളുടെ മോക്ഷത്തിനായിട്ടുള്ള പ്രാർത്ഥനയും മറ്റ് അനുബന്ധ ചടങ്ങുകളും ഒക്കെ തന്നെ ഇവിടെ നടത്തുന്നുണ്ട്. നിരവധി മണ്ഡപങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ ബലിതർപ്പണ ക്രിയകൾ നടക്കുന്നത്. ഒരു മണ്ഡപത്തിൽ ഒരേ സമയം 200 പേർക്ക് ബലിതർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങൾ അടക്കം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അരുണിമ, അപർണ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടോ? ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത്? അരുണിമ, കർക്കിടക വാവ് ബലിയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് പല ഭാഗത്തും ഇത്തരത്തിൽ ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കമുണ്ട്. ഇപ്പോൾ പോലീസിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഈ ശംഖുമുഖത്തടക്കം വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് ഒരുക്കി നിയന്ത്രണം തുടരുകയാണ്. പോലീസിന്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെ അടക്കം നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കർക്കിടക വാവ് ബലി പ്രമാണിച്ച് സംസ്ഥാനത്ത് ഗതാഗത കുരുക്കുണ്ടാകുമെന്ന് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതിനുള്ള വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു. ശരി, വ്യക്തമാണ്. എന്തായാലും ശംഖുമുഖത്തുനിന്ന് അപർണ കേസാണ് വിവരങ്ങൾ നൽകിയത്. ശംഖുമുഖത്ത് വലിയ ജനത്തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. നിരവധി ആളുകളാണ് ഇപ്പോൾ ബലി തർപ്പണത്തിനായി അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പ്രധാന ക്ഷേത്ര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ വലിയ ഭക്തജനത്തിരക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാണ് വലിയ രീതിയിലുള്ള ജനത്തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട്. പോലീസിൻ്റെയും ആരോഗ്യ വകുപ്പും ഒക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ആയിരങ്ങൾ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളിലും കടവുകളിലും ഒക്കെ ഇപ്പോൾ ബലിതർപ്പണം പുലർച്ചെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വലിയ ജനത്തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കർക്കിടക മാസത്തിലെ ഈ ഒരു വാവ് ദിവസമാണ് ഇത്തരത്തിൽ പിതൃക്കളെ സ്മരിക്കുന്ന ഒരു ദിവസം. ഇത് തന്നെയാണ് വിശ്വാസം. കർക്കിടക വാവ് ദിനത്തിൽ ബലിയിടാൻ പിതൃക്കൾക്ക് ഒരു വർഷത്തേക്ക് ആത്മശാന്തിയും തൃപ്തിയും ലഭിക്കുമെന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ മലയാളികൾ ഈ ഒരു ആചാരം ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. എന്തായാലും വാവിൻ്റെ അന്ന് വലിയ ജനത്തിരക്കാണ് എല്ലാ ക്ഷേത്രങ്ങളും. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും വലിയ രീതിയിലുള്ള ജനത്തിരക്ക് അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് ആലുവ, മണപ്പുറം, അതോടൊപ്പം തന്നെ ശംഖുമുഖം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആയിരങ്ങളാണ് ഇത്തരത്തിൽ ബലിതർപ്പണത്തിനായി എത്തിയിട്ടുള്ളത്. എന്തായാലും ഒരു വർഷത്തേക്ക് ആത്മശാന്തിയും തൃപ്തിയും ഒക്കെ പിതൃക്കൾക്ക് ലഭിക്കുമെന്നൊരു വിശ്വാസമാണ് ഈ ഒരു ബലിതർപ്പണത്തിലൂടെ ഉള്ളത്. പത്തനംതിട്ടയിൽ നിന്നും പ്രസാദ് എം ജി ചേരുന്നുണ്ട്. പ്രസാദ്, പത്തനംതിട്ടയിൽ ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോൾ, ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ഏതൊക്കെ ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ നിലവിൽ വലിയ ഭക്തജന തിരക്കുള്ളത്? എന്തൊക്കെയാണ് കാഴ്ചകൾ? അരുണിമ, പമ്പ ത്രിവേണി സംഗമ സ്ഥലം മുതൽ ജില്ലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിലും അതിനോടൊപ്പം തന്നെ കാവുകളിലൊക്കെയാണ് ഇന്ന് പുലർച്ചെ 3 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയെങ്കിലും സമയമുണ്ടെന്നാണ് ജ്യോതിഷികൾ പറയുന്നത്. പിതൃതർപ്പണ മോക്ഷത്തിനായി ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് പ്രധാനമായും ജില്ലയിലെ ആറന്മുള ക്ഷേത്രത്തിന്റെ വടക്കേനട,
അതുപോലെ തന്നെ ഈ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന സത്രക്കടവ്, ഇവിടൊക്കെ അനേകായിരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്ഥലങ്ങളാണ്. നൂറ്റാണ്ടുകളായി ഈ വിവിധ ഹൈന്ദവ സംഘടനകളുടെയും അതിനോടൊപ്പം തന്നെ ക്ഷേത്ര ഉപദേശക സമിതിയുടെയൊക്കെ നേതൃത്വത്തിലാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വടക്കേ നടയിലും സത്രക്കടവിലും ഒക്കെ ബലിതർപ്പണ തർപ്പണത്തിനുള്ള സ്നാനഘട്ടങ്ങൾ ഇപ്പൊ പുലർച്ചെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വനവാസ കാലത്ത് ശ്രീരാമൻ തന്റെ അച്ഛൻ ദശരഥ മഹാരാജാവിന്റെ വിയോഗം അറിഞ്ഞ് പിതൃമോക്ഷത്തിനായി തർപ്പണം ചെയ്തതിന്റെ ഐതിഹ്യത്തിന്റെ ചുവട് പിടിച്ചാണ് ഇന്ന് പമ്പ ത്രിവേണി സംഗമ സ്ഥാനത്തും ബലി തർപ്പണങ്ങൾ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ അച്ചൻകോവിലാർ കടന്നു പോകുന്ന കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ്, ഈ അച്ചൻകോവിലാറിന് തന്നെ മലഞ്ചുഴി മഹാദേവ ക്ഷേത്രം, പന്തളം മഹാദേവ ക്ഷേത്രം, തിരുവല്ലയിലെ പ്രധാന ക്ഷേത്രക്കടവുകളായ ആലന്തുരുത്തി കീച്ചേരിവാൽ കടവ് ക്ഷേത്രം, അല്ലപ്പള്ളി തിരുമാലിട മഹാദേവ ക്ഷേത്രം, അങ്ങനെ വിവിധ ജില്ലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിലെ സ്നാനഘട്ടങ്ങളിലാണ് നിരവധി ഭക്തരെ കൊണ്ട് ഈ ബലിതർപ്പണത്തിന് എത്തുന്നത്. അവർ പിതൃമോക്ഷത്തിനായി കഴിഞ്ഞ ഒരു വർഷത്തെ ഓർമ്മകളൊക്കെ അയവിർത്തിക്കൊണ്ടാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രത്യേകമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ആറന്മുളയിൽ ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രളയത്തിന്റെ അതിനുശേഷം നദിയിലെ ജലം അത്ര കണ്ട് താകാത്തത് കൊണ്ട് NDRFന്റെയും ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ സുരക്ഷയും കയറ് കെട്ടി വിവിധ സ്ഥലങ്ങളിൽ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള ക്രമീകരണങ്ങളും ഒക്കെ അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ജില്ലാ ഭരണകൂടവും കളക്ടറും ഒക്കെ ജാഗ്രത നിർദ്ദേശം നടത്തി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ജില്ലയിലെ വിവിധ ശിവക്ഷേത്രങ്ങളിലുമൊക്കെ ബലിതർപ്പണത്തിന്റെ ക്രമീകരണങ്ങൾ മുന്നോട്ട് പോകുന്നത്. അരുണിമ. പ്രസാദ്, എന്തായാലും നമുക്കറിയാം ഈ ഒരു മഴക്കെടുതി ഏറ്റവും കൂടുതൽ ബാധിച്ചത് പത്തനംതിട്ട ജില്ലയിലാണ്. വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ഈ ഒരു സമയത്ത് മലിനജലമൊക്കെയാണ് വെള്ളക്കെട്ടിൻ്റെ ഭാഗമായിട്ടൊക്കെ പലയിടങ്ങളിലും കയറിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഗതാഗതമൊക്കെ പുനഃസ്ഥാപിച്ച് വരുന്നേ ഉള്ളൂ. ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു ബലിതർപ്പണത്തിനായി നിരവധി ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ട്. അപ്പോൾ ഈ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ്, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ നടക്കുന്നത്? മേഖലയായ മലപ്പള്ളിയിലും തിരുവല്ലയിലുമാണ് ഇതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെയും ദുരന്ത നിവാരണ സേനയുടെയും ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ഈ പ്രധാനമായും തിരുവല്ല താലൂക്കിലെ ആലന്തുരുത്തി കീച്ചേരിവാൽ കടവ്, അത് എല്ലാ കാലങ്ങളിലും അത് വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോകുന്ന പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. അതുപോലെ തന്നെ മണിമലയാർ കടന്നു പോകുന്ന മല്ലപ്പള്ളിയിലെ തിരുമാലിട മഹാദേവ ക്ഷേത്രവും ഇവിടെ രണ്ട് സ്ഥലങ്ങളിലെയും സ്നാനഘട്ടങ്ങളെല്ലാം ത്രിതല പഞ്ചായത്തിന്റെ നേതൃത്വത്തിലെല്ലാം ചെളിയും മറ്റു വെക്കലും എല്ലാം ഒഴുക്കിക്കളയതിനു ശേഷം ഇപ്പോഴും നദിയിൽ വെള്ളം അധികം താഴ്ത്തിറങ്ങാത്ത പ്രദേശങ്ങളിൽ കയറ് കെട്ടി പ്രത്യേകം തിരിച്ചിട്ട് അവിടെ സുരക്ഷാ സേനയും സേവാഭാരതിയും വിവിധ ക്ഷേത്രോപദേശ സമിതിയുടെയും ഒക്കെ നേതൃത്വത്തിൽ അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ ക്രമീകരണങ്ങൾ സുരക്ഷയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആറന്മുള ക്ഷേത്രത്തിന്റെ ക്ഷേത്ര വടക്കേ നടയിലും പ്രസിദ്ധമായ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന സത്രക്കടവിലും പ്രത്യേക ക്രമീകരണങ്ങൾ. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ പിതൃമോക്ഷ പുണ്യനദി ബലിതർപ്പണങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. ഉച്ചയ്ക്ക് 2 മണി വരെ ജ്യോതിഷികൾ ഇതിന്റെ സമയം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണി മുതലാണ് ഉള്ളത്. അത് റോഡ് ഗതാഗതം ക്രമീകരിക്കാൻ ഒരു സൈഡിൽ കൂടി തന്നെ വാഹനങ്ങൾ കടത്തിവിടുകയും മറ്റു സൈഡിൽ കൂടി വാഹനങ്ങൾ പോകത്തക്ക രീതിയിലാണ് ഇവിടെ ആറന്മുള ക്ഷേത്രത്തിലും അതിനോടൊപ്പം തന്നെയുള്ള ക്ഷേത്രത്തിലും ക്രമീകരണങ്ങൾ ചെയ്യുന്നത്. തർപ്പണം നടത്തിയതിനു ശേഷം ആറന്മുള ക്ഷേത്രത്തിലും അതുപോലെ തന്നെ മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തിയിട്ടാണ് ആൾക്കാർ വീട്ടുകളിലേക്ക് മടങ്ങിപ്പോകുന്നത്. അരുണിമ. ശരി, വ്യക്തമാണ്. എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ ക്ഷേത്രങ്ങളിലും ഒക്കെ വലിയ ജനത്തിരക്കാണ്. പ്രത്യേകിച്ച് ആറന്മുള ക്ഷേത്രത്തിലൊക്കെ വലിയ ജനത്തിരക്കുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ട്. നമുക്കറിയാം വലിയ രീതിയിൽ മഴക്കെടുതികൾ ബാധിച്ച ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല. ഇവിടെ ദുരന്തം ഇങ്ങനെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ ഇത്തരത്തിൽ വാവുബലി ഇടാനായി നിരവധി ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ നൽകിയത് പ്രസാദ് MG ആണ്. ഇനി പ്രദീപ് പാറശാല
പാറശാല നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, എങ്ങനെയാണ് പാറശാലയിലെ ഈ ഒരു ജനത്തിരക്കും ഭക്തജനങ്ങളുടെ തിരക്കൊക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഉണ്ടോ? എന്തൊക്കെയാണ് കാഴ്ചകൾ? അരുണിമ പറയുമ്പോൾ തന്നെയാണ് പിതൃമോക്ഷ ദർപ്പണത്തിനായി നിരവധി പേരെത്തുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഇടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലാണ് ഏറ്റവും കൂടുതൽ, അതായത് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ളവർ ബലിതർപ്പണത്തിനായി എത്തുന്ന ഒരിടമാണ്. കാരണം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ എല്ലാ ദിവസവും തർപ്പണം നടത്താനുള്ള ഒരു സൗകര്യമാണ്, ഒരു ക്ഷേത്രമാണ്, ഒരു ആചാരം നിലനിൽക്കുന്ന ഒരിടമാണ് തിരുവല്ലം പരശുരാമ ക്ഷേത്രം എന്ന് പറയുന്നത്. ഇവിടെ ഒരേ സമയം തന്നെ 3000-ലധികം പേർക്ക് പിതൃതർപ്പണം നടത്തുവാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്രത്തിലെ മറ്റു ഭാരവാഹികൾ നാട്ടുകാരുടെയും സഹായത്തോടെയും തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെ എല്ലാ വർഷവും ഉള്ള ദുരിതമെന്ന് പറയുന്നത് തർപ്പണം നടത്തിയ ശേഷം ഇവർക്ക് കുളിക്കാനുള്ള സൗകര്യം, അതിനുള്ള വൃത്തിഹീനമായ സ്ഥലമാണ് ഉണ്ടായിരുന്നതെന്ന് നിരന്തരമായിട്ടുള്ള ഒരു പരാതികളും ആരോപണങ്ങളും ഉയരുന്ന ഒരു ക്ഷേത്രമാണ്. പക്ഷേ അത് ആ ഒരു പരിഹാരം അതിനായിട്ടുള്ള ഏറ്റവും വലിയ, അതായത് തലസ്ഥാനത്തിന്റെ നഗരസഭയുടെ അധികൃതർ ഇത്രയും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ബലിക്കടവ് ഉൾപ്പെടെ ശുചീകരിക്കുകയും ഭക്തർക്ക് അവരുടെ കൃത്യമായിട്ടുള്ള ആചാരങ്ങൾ പൂർണ്ണമാക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. രാവിലെ 2 മണി മുതലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. എന്നാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെയുള്ളവർ ഭക്തർ ഇവിടെ തിങ്ങി നിറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തിരുവനന്തപുരം പോലീസ് SP-യുടെ നേതൃത്വത്തിലുള്ള വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കും ഭക്തർക്ക് യാതൊരുവിധ തടസ്സവും ഉണ്ടാകാതിരിക്കാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ക്യൂകൾ, വലിയ തരത്തിലുള്ള ക്യൂ ഒഴിവാക്കാനായിട്ടുള്ള സംവിധാനവും ഇവിടെ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും സേവാഭാരതിയുടെ ഭാഗത്തു നിന്നും തന്നെ നടപ്പാക്കുന്നുണ്ട്. എന്നാലും പല തരത്തിൽ നിന്നും വിവിധ ഇടങ്ങളിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 3 മണി വരെ ക്ഷേത്രത്തിൽ ബലിതർപ്പണം നടത്താനുള്ള സൗകര്യവും മറ്റു കാര്യങ്ങളും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അരുണിമ, ശരി, വ്യക്തപ്പെടുന്നാലും തിരുവല്ലം ക്ഷേത്രത്തിലെ വിവരങ്ങളാണ് നമുക്ക് പ്രദീപ് തന്നത്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ്, പോലീസ് സന്നാഹമൊക്കെ എത്തിയിട്ടുണ്ട്. വലിയ ജനത്തിരക്കാണ് ഈ ഒരു ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നതെന്നാണ് ഇപ്പോൾ പ്രദീപ് നമുക്ക് തരുന്ന വിവരം. എന്തായാലും വലിയ ജനത്തിരക്കാണ് എല്ലാ ക്ഷേത്രങ്ങളിലും അനുഭവപ്പെടുന്നത്. എല്ലാവരും ഈ ഒരു കർക്കിടക ബലിയുമായി ബന്ധപ്പെട്ട് ബലിതർപ്പണത്തിനായി എത്തിച്ചേർന്നിട്ടുള്ളത് നിരവധി പേരാണ്. എന്തായാലും വലിയ പുണ്യം തേടി, അതായത് പിതൃപുണ്യം തേടി നിരവധി ആളുകൾ എല്ലാ ക്ഷേത്രങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്കിപ്പോൾ ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വലിയ ജനത്തിരക്കാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ശിവക്ഷേത്രങ്ങളിലാണ് പ്രധാനമായും ഇത്തരത്തിൽ ബലിതർപ്പണം നടത്തുന്നത്. ഇത്തരത്തിൽ കർക്കിടക ബലിയുമായി ബന്ധപ്പെട്ട് ഏറെ പ്രശസ്തമായ ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലയാള മാസമായ കർക്കിടകത്തിലെ അമാവാസി നാളിൽ പിതൃക്കൾക്ക് ആത്മശാന്തിക്കായി നടത്തുന്ന പിതൃതർപ്പണമാണ് കർക്കിടക വാവുബലി. ഈ ഒരു വാവുബലി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇപ്പോൾ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. പുലർച്ചെ തന്നെ ഈ ഒരു ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളിലും ഉച്ചവരെ ഇത്തരത്തിൽ ബലിതർപ്പണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും പോലീസും സേനകളും ഒക്കെ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രദേശങ്ങൾ, ഈ ഒരു ബലിതർപ്പണം നടത്തുന്ന ക്ഷേത്ര പരിസരങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. അതോടൊപ്പം ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. എന്തായാലും അമാവാസി നാളിലുള്ള ഈ ഒരു പിതൃക്കളെ സ്മരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് മലയാളികൾ ഇന്നത്തെ ദിവസം കാണുന്നത്. എന്തായാലും ദക്ഷിണയാനത്തിലെ ആദ്യത്തെ കറുത്ത വാവ്, അതാണ് ഇപ്പോൾ കർക്കിടക വാവായി നമ്മൾ കണക്കാക്കുന്നത്. എന്തായാലും മരിച്ചുപോയ പിതൃക്കളെ, മുൻഗാമികളെ സ്മരിക്കാനും അവർക്ക് അന്നജലങ്ങളൊക്കെ സമർപ്പിച്ച് കൃതജ്ഞത പ്രകടിപ്പിക്കാനുള്ള ഒരു പ്രധാന ദിവസമായിട്ടാണ് മലയാളികൾ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്. നമുക്ക് കാണാൻ കഴിയുമ്പോൾ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആലുവ മണപ്പുറം ശിവക്ഷേത്രത്തിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചവരെ പിതൃതർപ്പണത്തിലുള്ള എല്ലാ ചടങ്ങുകളും നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ ക്ഷേത്രത്തിലും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആലുവ മണപ്പുറത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ രീതിയിലുള്ള ജനത്തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഈ ഒരു ജലാശയത്തിൽ മുങ്ങിക്കുളിച്ച് കയറുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
എന്തായാലും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും ഒത്തുചേരൽ കൂടിയാണ് ഈ ഒരു കർക്കിടക വാവ്. സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ജനത്തിരക്കൊക്കെ അനുഭവപ്പെടുന്നു. നമുക്ക് ആലുവ മണപ്പുറത്തെ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. തടിച്ചുകൂടി നിൽക്കുകയാണ് ക്ഷേത്രത്തിൽ. ഇത്തരത്തിൽ ജനങ്ങൾ ബലിതർപ്പണം നടത്താനായിട്ട് ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആരോഗ്യവകുപ്പിന്റെ എല്ലാവിധ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം വലിയ രീതിയിൽ തന്നെ പോലീസിനെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്. ഇപ്പോൾ ജനങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ക്ഷേത്രങ്ങളിലേക്ക്. നമുക്കറിയാം, ശംഖുമുഖത്തു നിന്നും നമുക്ക് വിവരങ്ങൾ ലഭിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ട്. അവിടെയും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരുന്നു. അവിടെയും ഇപ്പോൾ പ്രത്യേകിച്ച് ആറന്മുള ക്ഷേത്രത്തിൽ, ഏറ്റവും പ്രശസ്തമായ ആറന്മുള ക്ഷേത്രത്തിലും ഇപ്പോൾ പിതൃപുണ്യം തേടി ആയിരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒപ്പം തിരുവല്ലം ക്ഷേത്രം, അത് നമുക്കറിയാം, കർക്കിടക ബലിയുമായി ബന്ധപ്പെട്ട് പ്രശസ്തമായ ഒരു ക്ഷേത്രം തന്നെയാണ് തിരുവല്ലം ക്ഷേത്രം. ഇപ്പോൾ ആ ക്ഷേത്രത്തിലും വലിയ രീതിയിൽ ജനത്തിരക്കുണ്ട്. 3 മണിവരെ ബലിതർപ്പണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും ഒരു ഒത്തുചേരൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കറുത്ത വാവ് അല്ലെങ്കിൽ ഈ ഒരു കർക്കിടക വാവിൽ നമ്മൾ ആചരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. ആലുവ മണപ്പുറം മുതൽ തിരുവല്ലം, തിരുനാവായ, ശംഖുമുഖം അടക്കമുള്ള പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊക്കെയും ഇപ്പോൾ വിപുലമായ ഒരുക്കങ്ങളൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഭക്തരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. എല്ലാം സജ്ജമാണ്. എന്തായാലും പിതൃസ്മരണകൾക്കായി ആയിരങ്ങൾ എത്തുന്നു. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ജലാശയങ്ങളിൽ മുങ്ങി ഇപ്പോൾ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഇപ്പോൾ മലയാളികൾ ഒന്നടങ്കം ഈ ഒരു ബലിതർപ്പണം നടത്തുകയാണ്. ആ തലമുറകൾ കൈമാറി വരുന്ന ആചാരം അത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബലിതർപ്പണത്തിലൂടെ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിക്കുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളൊക്കെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആലപ്പുഴയിലെ ചെങ്ങന്നൂരിലെ പരിസര പ്രദേശങ്ങളുമൊക്കെ വിവിധ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ ഈ ഒരു വാവുബലി ഇപ്പോൾ പുരോഗമിക്കുന്നു. എന്തായാലും പിതൃസ്മരണയോടെ ആയിരക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. പുലർച്ചെ മുതൽ വലിയ തിരക്കാണ്. പ്രത്യേകിച്ച് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, ആറാട്ടുകടവ്, മിത്രമഠം, കടവ്, ഇരമല്ലിക്കര, കീഴ്ശ്ശേരി, വാൾക്കടവ് എന്നിവിടങ്ങളിലൊക്കെ പുലർച്ചെ മുതൽ തന്നെ ഇത്തരത്തിൽ ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി ആളുകൾ തടിച്ചുകൂടുകയാണ് ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ. എന്തായാലും കാരക്കാട് പാറക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രം, പാണ്ടനാട് കരിനീലി ചാത്തൻകാവ്, മുണ്ടൻകാവ്, വടശ്ശേരി ക്ഷേത്രം, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊപ്പം തന്നെ ഈ ഒരു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ബലിതർപ്പണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പുലർച്ചെ മുതൽ തന്നെ വലിയ തിരക്കുണ്ട്. ഇപ്പോൾ പാണ്ടനാട്, കരുനീലി ചാത്തൻകാവ്, മുണ്ടൻകാവ്, വടശ്ശേരിക്കാവ് ക്ഷേത്രം, ഈ ഒരു സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നതായിട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ചടങ്ങുകളൊക്കെ വളരെ സുഗമമായി തന്നെ പോകുന്നു. യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ആംബുലൻസ് സംവിധാനങ്ങളുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, ആരോഗ്യ പ്രവർത്തകരുടെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്ഷേത്രങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ജലാശയങ്ങളിൽ മുങ്ങി പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഇപ്പോൾ ആളുകളൊക്കെയും ഈ ഒരു ചടങ്ങുകൾ പൂർത്തീകരിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് കാണുന്നത്. പിതൃക്കളെ സ്മരിക്കുന്ന ഒരു ദിവസം, അതാണ് ഈ ഒരു ബലിതർപ്പണ ദിവസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്തായാലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മലയാളികളുടെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം തന്നെയാണ് ഈ ഒരു കർക്കിടക വാവ്. ഇന്നത്തെ ദിവസം പിതൃക്കളെ സ്മരിക്കുന്ന ഒരു ദിവസമാണ്. അതോടൊപ്പം തന്നെ ചില പ്രദേശങ്ങളിൽ വെച്ചൊരുക്കൽ എന്നൊരു ചടങ്ങ് കൂടിയുണ്ട്. അതായത് പിതൃക്കളെ സ്മരിക്കുന്ന ഈ ദിവസം അവർക്ക് വേണ്ടി അന്നം ഒരുക്കുന്ന ഒരു ചടങ്ങാണ് ഈ ഒരു വെച്ചൊരുക്കൽ എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും അതിപ്പോഴും ഒരു ആചാരമായി തന്നെ തുടർന്ന് പോകുന്നുണ്ട്. എന്തായാലും മലയാളികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസങ്ങൾ തലമുറകളായി കൈമാറി വരുന്നു എന്നത് തന്നെയാണ് ഈ ഒരു ബലിതർപ്പണം അല്ലെങ്കിൽ ഈ ഒരു കർക്കിടക വാവിലെ ഈ ഒരു ദിവസത്തിൻ്റെ ഈ ഒരു പ്രത്യേകത തന്നെ. എന്തായാലും വലിയ തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ഈ ഒരു തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ മുതൽ തുടങ്ങിയ ഒരു തിരക്കാണ്. പിതൃക്കളെ സ്മരിക്കാനായി നിരവധി ആളുകൾ തടിച്ചുകൂടുന്നു. അന്യദേശങ്ങളിൽ നിന്ന് വരെ മലയാളികൾ ഈ ഒരു ദിവസം തങ്ങളുടെ പിതൃക്കളെ സ്മരിക്കാനായി എത്തിച്ചേരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും
ആലപ്പുഴയിലെ ചെങ്ങന്നൂരും പരിസര പ്രദേശങ്ങളിലുമുള്ള വിവിധ സ്നാനഘട്ടങ്ങളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ കർക്കിടക വാവിലെ തർപ്പണ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. എന്തായാലും പിതൃസ്മരണയുടെ ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന ബലിതർപ്പണ ചടങ്ങുകളിൽ പുലർച്ചെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്ര ആറാട്ടുകടവ്, മിത്രമഠം കടവ്, ഇരമല്ലിക്കര, കീഴ്ശ്ശേരി വാൽക്കടവ് എന്നിവിടങ്ങളിൽ പുലർച്ചെ ആരംഭിച്ച തർപ്പണ കർമ്മങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കാരക്കാട് പാറക്കൽ കോണത്ത് ശ്രീ മഹാദേവി നവഗ്രഹ ക്ഷേത്രം, പാണ്ടനാട് കരിനീലി ചാത്തൻകാവ്, മുണ്ടൻകാവ്, വടശ്ശേരിക്കാവ് ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലും ഒക്കെ ഇപ്പോൾ ഭക്തർക്കായി വിപുലമായ സൗകര്യങ്ങളോടെ ബലിതർപ്പണം പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സുഗമമായ ചടങ്ങുകൾക്കായി പോലീസും ഫയർഫോഴ്സും ആംബുലൻസ് സംവിധാനങ്ങളും ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങളും വിവിധയിടങ്ങളിൽ നിലവിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. കർക്കിടക വാവുബലി തർപ്പണം പുലർച്ചെ 4 മണി മുതൽ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പരാതിരഹിതമായി കൃത്യമായ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പ്രായാധികമായി ഇന്ന് ബലി ഇടാൻ ബുദ്ധിമുട്ടുള്ള ഭക്തജനങ്ങൾക്ക് നമ്മൾ ഒരു ഡെസ്കും മറ്റ് സാങ്കേതികകൾ ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. നിലവിലെ 2 കൗണ്ടറായിട്ട് 10-16ഓളം ഡ്യൂട്ടിക്കാരുണ്ട്. ക്ഷേത്രങ്ങളിൽ നിന്നുള്ളൊരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. വലിയ ഭക്തജന തിരക്കാണ് ആലപ്പുഴ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതെന്നൊരു പ്രതികരണമാണ് നമുക്ക് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ കാണാൻ കഴിയും വലിയ ജനത്തിരക്കുണ്ട്. നമുക്കറിയാം ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ പിതൃക്കളെ സ്മരിക്കുന്നൊരു ദിവസമാണ്.